ഹായ് ഹലോ. ഞാൻ രാവിലെ ഇച്ചിരി വെയിലും വെട്ടമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്നാൽ ശരി, പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നലെ വൈകുന്നേരം ഒന്ന് കടയിൽ പോകാൻ ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോഴത്തേന് മഴയായിട്ട് വൈകിട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ഇനി രാവിലെ ആകുമ്പോൾ ഇപ്പം കുറച്ചൊരു വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിന് പോയിട്ട് ഇച്ചിരി പച്ചക്കറി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടുകാരും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ. അപ്പോൾ അങ്ങനെ ഞാൻ കതവ് പൂട്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോഗ്രാഫർ വന്നിട്ട് എൻ്റെ മൂത്ത മകനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ താഴ്ന്ന സ്ഥലത്ത് നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ശരി എന്നാൽ ഒന്ന് പോയിട്ട് വരാം, നല്ല വെയിൽ കാണുന്നുണ്ട് രാവിലെ, എന്നാൽ വെയിലത്ത് നേരത്തെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയൊരു വീഡിയോ എടുത്തോട്ടൊക്കെ ഇങ്ങനെ നമുക്ക് പോവാം. അപ്പോൾ ഇവിടെയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഓരോരുത്തരുടെ വീടുകളുള്ളത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകളല്ലേ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, മഴ സമയമൊക്കെ ആയതുകൊണ്ട് മരങ്ങളൊക്കെ നന്നായിട്ട് കിളിർത്ത് നന്നായിട്ട് ചെയ്ത് നിൽപ്പുണ്ട്. നല്ല പച്ചപ്പല്ലേ, നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നല്ല പച്ചപ്പാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും മാർക്കറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ വന്നിട്ടാണ് പച്ചക്കറി വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴി കൂടെ ഓരോരോ സാധനങ്ങൾ എൻ്റെ കൂട്ടുകാരിങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വണ്ടി ഇവിടെ സൈഡിലൊന്ന് ഒതുക്കി നിർത്തിയിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക കിടക്കുന്നുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കോട്ടെ എൻ്റെ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയെന്ന് പറഞ്ഞിട്ട് വെണ്ടയ്ക്ക മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് അതുപോലെ എന്നാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാം കുറച്ച് നല്ല ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ ഈ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് ക്യാരറ്റ്, വഴുതനങ്ങ, വെണ്ടയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. അപ്പോൾ ഓരോരുത്തർക്ക് കുറേശ്ശെ മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാ സാധനവും ഒരിടത്ത് കിട്ടത്തില്ലല്ലോ. ചിലയിടത്താണെങ്കിൽ എല്ലാം കാണും, ചില സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ എല്ലാ കടയിലും എല്ലാം കാണത്തില്ല. അപ്പോൾ ഇനി കുറച്ച് സാധനം കൂടെ വേണം. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ചീരയുടെ അടുത്ത് വന്നപ്പോൾ ഇവിടെ ചീരയ്ക്ക് ഭയങ്കര വില. അപ്പോൾ വില ചോദിച്ചപ്പം അവിടുത്തെ വില കേട്ടിട്ട് ഞാൻ ശരി എന്നാൽ ഇവിടെ വേണ്ട, വണ്ടിയിൽ ചീര വിൽപ്പന ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ വില ചോദിച്ചേപ്പിച്ച് അങ്ങനെ പോയി. കെട്ടിന് ചെറിയൊരു കെട്ട് പാലക്ക് 30 രൂപയെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ വിചാരിച്ച് അവിടുന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എടുത്ത് നോക്കിയിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയില്ല കേട്ടോ. അങ്ങനത്തെ കാര്യം ചെറിയ കെട്ടും പിന്നെ അതുപോലെ എന്നാണെന്നുണ്ടെങ്കിൽ ഇല അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ അവിടുന്ന് വാങ്ങിയില്ല. പിന്നെ മാങ്ങാപ്പഴമൊക്കെ ഇട്ടേക്കുന്നുണ്ടോ, മാങ്ങയൊക്കെ നിറയെ കിടക്കുന്നു. 2 കിലോ 100 രൂപയെന്നും. ഞങ്ങൾ എല്ലാ പ്രാവശ്യം മാങ്ങ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വീടിനടുത്തായിട്ട് ഒരാളെ മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് അത് പഴിപ്പിച്ചിട്ട് അങ്ങനെ വിൽക്കും. അപ്പോൾ അയാളുടെ ഇതാണ് എല്ലാ പ്രാവശ്യവും വാങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കടകളിൽ നിന്ന് മാങ്ങ വാങ്ങാറില്ല. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പാവയ്ക്ക കണ്ടു. അങ്ങനെ പിന്നെ കുറച്ച് പാവയ്ക്കയും പിന്നെ എന്താ പറയുക പടവലങ്ങ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ച് പച്ചക്കറി മേടിച്ചു. എല്ലായിടത്തും കുറേശ്ശെ പച്ചക്കറിയുള്ളൂ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തോനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ പിന്നെ മഴവെള്ളം വീണിട്ട് അളിഞ്ഞു പോവും. അതുകൊണ്ടെല്ലാം കുറേശ്ശെ കൊണ്ടുവരുന്നോളന്ന്. അതുകൊണ്ട് ഒരാൾക്കാരുടെ അടുത്തുള്ള പച്ചക്കറി വേറെ ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവത്തില്ല. അങ്ങനെ എന്തായാലും ഇവിടെ വന്നിട്ട് എല്ലാ സാധനങ്ങളും ഒരുവിധം കിട്ടി. അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സാധനങ്ങളോട് വാങ്ങാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് റിലയൻസ് കയറണമായിരുന്നു. അങ്ങനെ പിന്നെ റിലയൻസിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ റിലയൻസിൽ പോയി. റിലയൻസിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും ചീസും പഴവും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങണമായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇപ്പോൾ ഈ പകൽ സമയത്ത് വന്നുകൊണ്ട് വലിയ തിരക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും വലിയ തിരക്കില്ലാഞ്ഞതുകൊണ്ട് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്നിട്ട് ബില്ലിങ് അടിച്ച് കഴിയുമ്പം ഇനി തിരിച്ച് പോകുന്ന വഴിക്ക് ഇനിയും കുറച്ച് സാധനങ്ങളോട് വാങ്ങാനുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ വൈകുന്നേര സമയത്തൊന്നും ഇറക്കം നടക്കത്തില്ല. അതുകൊണ്ട് രാവിലെ നമ്മളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ളത് രാവിലെ ഫുള്ള് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു കട 2 കടയിലൊന്നും പോയാൽ പറ്റത്തില്ല. എല്ലായിടത്തൂടെ കയറിയിട്ട് അങ്ങ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഒരു സമയമാവും. എന്തായാലും കുറച്ച് ഉരുളൻകിഴങ്ങും വെളുത്തുള്ളിയൊക്കെ വേണമായിരുന്നു, അത് വാങ്ങിച്ചു. അങ്ങനെ അവസാനം പിന്നെ മീൻകടയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് മീൻകടയിൽ വന്നിട്ട് മീൻകടയിൽ വന്നപ്പോൾ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. വിലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓടും. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അയിലയും മത്തിയും ഒക്കെ വാങ്ങാൻ വിചാരിച്ച് വന്നേ. മത്തി കിട്ടിയില്ല, അയില ഉണ്ടായിരുന്നു, കിളിമീനും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേണ്ടുന്ന മീനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്ത് കിട്ടും ഇവിടെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ കൊടുത്തേക്കുന്നു. അപ്പോൾ അതിന് അവസാനമാണ് ഞാൻ ഈ വങ്കട മീൻ കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ചെന്നാൽ ഈ തേങ്ങ വറുത്തരച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മീനും കൂടി മേടിച്ചു. എന്തായാലും രാവിലെ ഇറങ്ങിയത് കൊണ്ട് നല്ലൊരു ഷോപ്പിംഗ് കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും വാങ്ങാൻ പറ്റി. എല്ലാവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ മഴയായി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ നമുക്കും മടിയാവും. അങ്ങനെ ആകുമ്പോൾ പിന്നെ വെടിപ്പ് നടക്കത്തില്ല. അങ്ങനെ എന്തായാലും സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഇതെല്ലാം പറക്കി കെട്ടിക്കൊണ്ട് ഇനി മുകളിലേക്ക് പോകണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണിക്കാം. ഇന്ന് എൻ്റെ മോന് ലീവ് ആയതുകൊണ്ട് അവൻ വീട്ടിൽ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇന്ന് പർച്ചേസിങ്ങിന് പോയി. അപ്പൂസ് സ്കൂളിൽ പോയി. അതുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോഗ്രാഫർ എൻ്റെ ബിദികുട്ടനായിരുന്നു. അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഉരുളൻകിഴങ്ങ്, വെളുത്തുള്ളി, ഉരുളൻകിഴങ്ങ് കിലോ 25, 2 കിലോ 50 രൂപ. വെളുത്തുള്ളി 1/2 കിലോ 50 രൂപ. പിന്നെ പച്ചക്കറി ഉണ്ടല്ലോ, ബീൻസിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും.
1/4 kg 30 രൂപ, 120 രൂപ കിലോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ പിന്നെ 40 രൂപ കേട്ടോ. നല്ല ഫ്രഷ് ക്യാരറ്റ്, വെണ്ടയ്ക്ക, ബീറ്റ്റൂട്ട് എല്ലാം 40 രൂപ കിലോ. അത് കഴിഞ്ഞിട്ട് ചീര മേടിച്ചു. ചീര അവിടെ വണ്ടിയിലുണ്ടായിരുന്നു, 3 കെട്ട് 20 രൂപ. ചീര മേടിച്ചു. പിന്നെന്താ മേടിച്ചു? മുട്ട എപ്പോഴും പിന്നെ പോകുമ്പോൾ തീരുന്നതിന് അവിടെ പോയി മേടിച്ചോണ്ട് പോകും. അങ്ങനെ 1 ട്രേ മുട്ട മേടിച്ചു. എന്തായാലും ഇന്നൊന്നും പൊട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും കൊണ്ടുവരുമ്പോൾ പൊട്ടാറാ പതിവ്. അപ്പം ഇന്നെന്തായാലും പൊട്ടിയിട്ടില്ല. പിന്നെന്താ മേടിച്ചത്? കറിവേപ്പില 10 രൂപ. അത് കഴിഞ്ഞ് 3 തേങ്ങ 100 രൂപ. ഈ തേങ്ങയുടെ വില എന്ന് വില കുറഞ്ഞിട്ടാണ് നമ്മൾ തേങ്ങ ഒന്ന് വിശാലമായിട്ട് കൂട്ടുന്നത് അല്ലേ? ഈ വിലയ്ക്ക് എങ്ങനെ മേടിക്കുന്നു? 3 തേങ്ങ 100 രൂപ. പിന്നെന്താ മേടിച്ചേ? പിന്നെ പഴം, പച്ചപ്പഴം, അത് കിലോ 37 രൂപ. റിലയൻസിന് മേടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് തൈര്, ചീസ്, ഇതൊക്കെ ഞാൻ റിലയൻസിൽ കയറിയിട്ടിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളപ്പാവയ്ക്ക് കിട്ടി, 40 രൂപ. പിന്നെന്താ? ചൊരയ്ക്ക, പടവലങ്ങ, വഴുതനങ്ങ, കുക്കുംബർ, മുള്ളങ്കി, അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വാങ്ങിച്ചു കേട്ടോ. മീനൊക്കെ എന്തൊരു വിലയാ! മീന് ഞാൻ 3 സൈസ് മീൻ മേടിച്ചു. കിളിമീന്, അയില, അത് കഴിഞ്ഞിട്ട് കണ്ണൻ കുഴിയാളല്ലേ, കണ്ണനയില, കണ്ണൻ കുഴിയാളല്ല, അല്ലല്ല, ആ മീനിന്റെ പേരും കിട്ടുന്നില്ലല്ലോ. നല്ലടാ, ബാങ്കട, അതന്നെ, വങ്കട മീൻ. അതും മേടിച്ചു. അങ്ങനെ 3 മീൻ. ഇത്രയും മീനിന് തന്നെ ആയി 1,600 രൂപ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ്. പക്ഷേ ഇതിന്റെ വില ഇത്രയും, സാധനത്തിന് വില എത്രയെന്ന് ചോദിച്ചാൽ എന്റെ കൂട്ടുകാരൻ ഞെട്ടും. 1,400 രൂപയുടെ സാധനമാണ് ഈ കിടക്കുന്നത്. എന്താ മേടിച്ച് 1,400 രൂപയ്ക്ക്? ഒന്നും അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പൊ വെറുതെ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗായിട്ട് എന്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തേട്ടോ. ചുമ്മാതെ കൂട്ടുകാർ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റും കടയൊക്കെ ഒന്ന് കാണിച്ചൊക്കെ ഒന്ന് കൊണ്ടുപോയി അങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ എന്താ സാധനം മേടിച്ചെന്നൊക്കെ കാണിച്ചു. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ, സീ യു.